ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാൻ വാർ ലീഗ് 7 ആണ് കളിക്കാൻ പോകുന്നത്. ഡേ 7 അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത പീസുകളൊക്കെ തന്നെയാണ്. ഐ ഗസ് ഡേ 7 നമുക്ക് എല്ലാത്തിലും ഒരു 3 സ്റ്റാർ കിട്ടുമല്ലോ എന്ന് നമുക്കൊന്ന് കണ്ടറിയാം. ഇന്നൊരു ഡിഫറൻറ്റ് മെക്കാനിസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സംഭവം ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്കാണ്. സെയിം അറ്റാക്ക്, പക്ഷേ ക്ലാൻ കാസ്റ്റിൽ CCയിൽ ഞാൻ ഒരു ഡിഫറൻസ് സാധനം എടുത്താണ് ഡിഫറൻറ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എത്രത്തോളം വർക്കാവുന്ന അറിയാം. നേരെ തന്നെ വെറുപ്പിക്കാതെ അറ്റാക്ക് തുടങ്ങി. ഓക്കെ ഗൈസ്, അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, നേരെ തന്നെ അറ്റാക്ക് നോക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, അയ്യോ ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ സ്പെല്ലെടുത്തില്ല ഗൈസ്. ചെറിയതായിട്ട് ഞാൻ അബദ്ധം പറ്റി, എൻ്റെ സ്പെല്ലെടുക്കാൻ മറന്നുപോയി. സോ ബേസിക്കലി ഇത് എത്രത്തോളം വർക്കാവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ സ്റ്റിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. ഓ ഷിറ്റ്. ഓക്കെ, അവിടെ ഒരു ഓക്കെ, അവൻ അവിടെ കിടന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ എദീസാണ്. ഓ, അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഷിറ്റ്. ഓക്കെ ഗൈസ്, ആദ്യത്തെ അറ്റാക്ക് തന്നെ വളരെയധികം സക്സസ് ആയിട്ട് ഫെയിൽ ആകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും തന്നെ റോയൽ ചാമ്പ്യനെ ഇറക്കാം. ഓഷേ, അതിന് തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടിയ സംഭവം. ഞാൻ എടുത്ത ട്രൂപ്പ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. റേജ് സ്പെല്ലും ഒരു ക്ലോൺ സ്പെല്ലുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് റേജും കിട്ടിയിട്ടില്ല, ക്ലോണും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കൊണ്ടുപോയി കളഞ്ഞല്ലോ. ഈഗിൾ ആർട്ടറി പൊട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം, ബട്ട് കറക്റ്റായിട്ട് നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതിട്ട് നമുക്ക് മാക്സിമം അറ്റാക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ നമ്മുടെ ക്ലാനൊക്കെ സെറ്റായി. റോയൽ ചാമ്പ്യൻ ചാവരുത്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ആസ് ഓഫ് നൗ റോയൽ ചാമ്പ്യന് കുഴപ്പമൊന്നുമില്ല. മോണോലിത്തിന് പൊട്ടിക്കുന്നുണ്ട്, അത് നമുക്കൊരു നല്ലൊരു ബോണസ് തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓ നൈസ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റോയൽ ചാമ്പ്യൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കാൻ പോകുന്നത് കിങ് അവിടെ, ക്യൂൻ അവിടെ. അവർ രണ്ടുപേരും അവിടെ നിന്ന് ക്ലീൻ ആക്കട്ടെ. നമ്മൾ മുകളിൽ ഒരു ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണ സൈഡ് ചോദിച്ചാൽ ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഈ ഏരിയയിൽ തന്നെ ഞാൻ അറ്റാക്ക് തുടങ്ങി. നമുക്ക് ഇനി ടൈം അധികം ലെഫ്റ്റ് അല്ല, ഡ്രാഗൺ റൈഡേഴ്സിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. വളരെയധികം നമുക്ക് ടൈം ഇല്ല. സോ എത്രത്തോളം പെട്ടെന്നാവോ അത്രത്തോളം. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ സെക്കൻഡ്സ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു ഒരു കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ കിങ്ങെ ഒന്ന് സെറ്റാക്കൂ പ്ലീസ്. ഓക്കെ, റോയൽ ചാമ്പ്യനെ ഇറക്കണോ വേണ്ടയോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ പെർഫെക്റ്റ് ആണ്. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യൂൻ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ റോയൽ ചാമ്പ്യനെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 സ്റ്റാർ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, 3 സ്റ്റാർ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, പെർഫെക്റ്റ് ഗൈസ്. ആദ്യം തന്നെ ബിൽഡിംഗ് ഉണ്ടല്ലേ, കുഴപ്പമില്ല ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഫ്ലോപ്പ് ആയെന്നാണ് വിചാരിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ട്രൂപ്പ് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എന്നാലും നമ്മൾ പിടിച്ചു. നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാറാണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഈ പ്രാവശ്യം എൻ്റെ റോയൽ ചാമ്പ്യൻ നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നേരെ തന്നെ നമ്മുടെ നേരെ തന്നെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് എടുക്കുന്നു. സെക്കൻഡ് അക്കൗണ്ടിലെ ട്രൂപ്പ് എപ്പോഴും എൻ്റെ ട്രൂപ്പിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും ഗൈസ്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് നമ്മുടെ ലക്കുള്ളതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റി. സോ ബേസിക്കലി ഇതിൽ ട്രൂപ്പൊക്കെ കറക്റ്റാണല്ലോ അല്ലേ? ഓക്കെ, ട്രൂപ്പ് കറക്റ്റാണെന്ന് വിശ്വാസത്തെ. ഓക്കെ ഗൈസ്, അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കണ്ടറിയാം എന്താണ് ഇവിടെ. ബേസിക്കലി ഞാൻ ആദ്യത്തെ ബേസ് മാത്രമേ ഞാൻ സ്ട്രാറ്റജി ചിന്തിച്ചിട്ടുള്ളൂ. ഈ ബേസ് ഒന്നും ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഇത് ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും തുടങ്ങിയല്ലേ പറ്റുള്ളൂ. നമ്മൾ ക്ലാൻ കാസിൽ CC ഇറക്കിയിട്ടുണ്ട്. പിന്നെ കിങ് ഇറക്കണം. കിങ് പക്ഷേ എവിടെ ഇറക്കണം എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, കിങ് അവരുടെ കൂടെ തന്നെ ഞാൻ ഇറക്കി. ക്യൂവിനെ ഇറക്കിയിട്ടുണ്ട്. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുക്കണം. ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ റോയൽ ചാമ്പ്യനെ ഈ ഏരിയയിൽ നിന്ന് ഇറക്കുന്നു. ഇൻവിസിബിൾ സ്പെൽ ഇട്ടു. ഓക്കെ, നല്ല പോലെ ഡീലിംഗ് ഡാമേജ്. അവിടെ കിങ്ങും ക്യൂനും ഒക്കെ എന്തായാലും ഒരു ഐഡിയ ഇല്ല. അവർ നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റോയൽ ചാമ്പ്യനെ ആ ടൗൺ ഹാൾ പൊട്ടിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. റോയൽ ചാമ്പ്യൻ ചതിക്കരുത്. അയ്യോ, വീണ്ടും ഇതുവഴി പോകണം. ഗൈസ്, ഒരെണ്ണത്തിൽ എൻ്റെ റോയൽ ചാമ്പ്യൻ ഹെൽപ്പ് ചെയ്താൽ അടുത്തതിൽ എൻ്റെ റോയൽ ചാമ്പ്യൻ എന്തെങ്കിലും കൊണ്ട് കൊളാക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ത് ഏത് ഡയറക്ഷൻ കൂടെ പോകണം. ഞാൻ ഏതാണ് ഉദ്ദേശിച്ചത്, റോയൽ ചാമ്പ്യൻ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ട്രൂപ്സൊക്കെ ഇങ്ങറ്റെത്തി. ഓക്കെ, അതൊരു നല്ലൊരു പോസിറ്റീവ് സാധനം തന്നെയാണ്. കിങ്ങും ക്യൂനൊക്കെ നേരത്തെ ഡെഡായി. ഓക്കെ, പെർഫെക്റ്റ്. ടൗൺ ഹാൾ പൊട്ടിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല ബേസിക്കലി. അറ്റ്ലീസ്റ്റ് ആ ഈഗിൾ ആർട്ടറിയെങ്കിലും മാഡം ഒന്ന് ശരിയാക്കുമോ എന്ന് നോക്കിയാൽ അതും ശരിയാക്കില്ല. ഓക്കെ, പെർഫെക്റ്റ് ആണ്. നോക്കട്ടെ. റോയൽ ചാമ്പ്യൻ മുത്താണ് ഗൈസ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഇവിടെ ആ ഏരിയ സെറ്റാക്കി. ഓക്കെ, ഇനി നമ്മൾ ഇറക്കാൻ പോകുന്ന ഡയറക്ഷൻ ഈ ഏരിയയാണ്. ഈ ഏരിയ ഭയങ്കര ഫുൾ ടാസ്ക് ഏരിയയാണ്. എന്നാലും നമുക്ക് അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ. ക്യാമറ മാറ്റുന്നു. ഡ്രാഗൻസിനെ നിരത്തി പിടിച്ചിറക്കുന്നു. നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇറക്കി. 3 ഡ്രാഗൺ റൈഡേഴ്സിനെയാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത്. ബാക്കി നമ്മൾ ഹോൾഡ് ചെയ്ത് തന്നെയാണ് വെക്കുന്നത്. വേണ്ട, ഹോൾഡ് ചെയ്യണ്ട. എന്തായാലും അവിടെ ഏകദേശം സെറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ സ്റ്റിൽ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി യൂസ് ചെയ്തില്ലെങ്കിൽ ചത്തുപോകും. ആ പോയിസണിൽ നിന്ന് ഒരു ഡാമേജ്
ഓക്കെ ഓക്കെ ഓക്കെ. ഓഫ്, ഇനി ഉമ്മാർ ഇവിടെ കിടന്ന് കറക്കും. ഓ, എവിടെയെങ്കിലും ഇങ്ങനെ കറക്കല്ലാതെ ഒരു സ്ഥലം കിട്ടത്തില്ല. ഓക്കെ ഗേസ്, ഇതെനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, ബേസിക്കലി റോയൽ ചാമ്പ്യനെ റിക്കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയ മിനിയൻസ് ഒരുമാതിരിയാക്കും. ഓക്കെ ഷിറ്റ്. ലാസ്റ്റ് ക്ലാൻ വാറായിരുന്നു. ലാസ്റ്റ് ഡേ തന്നെ വളരെ ബാഡാക്കി വിട്ടിട്ടുണ്ട് ഗേസ്. റോയൽ ചാമ്പ്യൻ മര്യാദയ്ക്ക് കയറിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരില്ലായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് 3 സ്റ്റാർ അടിക്കേണ്ട പൊട്ട ബേസാണ് ഗേസ്. കൊണ്ട് ഞാൻ കളഞ്ഞു, സമയം കിട്ടിയില്ല. ഓക്കെ ഓക്കെ, ഇനി പറഞ്ഞൊരു കാര്യമില്ല. അറ്റാക്ക് എന്തായാലും തീർന്നു. നമ്മൾ നേരെ തന്നെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് എടുക്കുന്നു. സെക്കൻഡ് അല്ല, തേർഡ് അക്കൗണ്ട് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ. ഓക്കെ, എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ കിട്ടില്ല ഗൈസ്. ഇപ്പം ടോട്ടലി ഭയങ്കര പ്രശ്നങ്ങളായിരിക്കുകയാണ്. ഓക്കെ, ഇനി ബേസ് 5-നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. ഒന്നും പിടിക്കില്ല, നേരെ അറ്റാക്ക് ചെയ്യുക. നമ്മൾ എത്ര തന്നെ പ്ലാൻ ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത് കുറച്ച് ടാസ്ക് തന്നെയാണ്, അത്യാവശ്യം കുറച്ച് ടാസ്ക് ബേസാണ് ഗൈസ്. ഇത് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു ഏരിയ ഫിക്സ് ചെയ്ത് ടോപ്പിൽ നിന്നാണ് ഞാൻ അറ്റാക്ക് തുടങ്ങണം. എല്ലാ ഇലക്ട്രോ നിരത്തി പിടിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ ലൂൺസ് നിരത്തി ഇറക്കി, ഗ്രാൻഡ് വാർഡൻ ഇറക്കി, ബാറ്റിൽ ബ്ലൂം ഇറക്കിയിട്ടില്ല. ഈ കറക്റ്റായിട്ട് നമുക്ക് സ്പെൽസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം വരും. റോയൽ ചാമ്പ്യൻ എവിടെ ഇറക്കണമെന്നും ഇതുവരെ ഞാൻ ചിന്തിച്ചില്ല. ഓക്കെ, മിനിയം പ്രിൻസിനെ എന്തായാലും നമ്മുടെ പയ്യൻ്റെ കൂടെ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു റേജ് ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പെർഫെക്റ്റ്. അവിടെ ഒരു ഫ്രീസ് ഇട്ടാൽ മതി. ഓക്കെ, ഇവിടെ ഒരു ഫ്രീസ്. റോയൽ ചാമ്പ്യനെ ഈ ഏരിയയിൽ നിന്ന് ഇറക്കി. നമ്മുടെ ക്യൂവിനെ ഇതുവരെ ഇറക്കാതെ ഞാൻ വെച്ച് വയ്ക്കുകയാണ്. ക്യൂവിനെ എവിടെ ഇറക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇറക്കണ്ട, ക്യൂവിനെ ജസ്റ്റ് ഹോൾഡിങ്. ഓക്കെ, അവിടെ ഒരു ഫ്രീസ്. ക്യൂവിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മിനിയം പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇവിടേക്ക് ആൾക്കാരൊക്കെ ചത്തോ? ഇല്ല, കുഴപ്പമില്ല ഗൈസ്. ക്യാമറ മാറ്റി. ഓക്കെ, ഫോർ ബെറ്റർ ബ്രഷ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു പെർഫെക്റ്റ് അറ്റാക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേർഡ് അക്കൗണ്ട് ചതിച്ചിട്ടില്ല. ഓക്കെ, പെർഫെക്റ്റ്. നേരെ തന്നെ ഇനി നമ്മുടെ 4th അക്കൗണ്ട് എടുക്കാൻ പോകുന്നു. 4th അക്കൗണ്ട് എടുത്ത് 4th അക്കൗണ്ടെങ്കിൽ നമ്മൾ ചതിക്കില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ക്ലാൻ വാർ ലീഗ്. ഓക്കെ, നമ്പർ 6-നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോണേ. ഇതെന്താ ബേസ് ഇങ്ങനെ ചെയ്യണേ? ഈ ബേസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഡ്രാഗൻസ്, ഇലക്ട്രോ. ഓക്കെ, പിന്നെ ലൂൺസ് നിരത്തി പിടിച്ച് എല്ലായിടത്തും ഇങ്ങനെ ഇറക്കി. ഗ്രാൻഡ് വാർഡൻ ഇറക്കിയിട്ടുണ്ട്. കിങ്ങിനെ ഞാൻ ഇറക്കിയില്ല. സ്റ്റിൽ നൗ അവിടെ ഒരു റേജ് ഇട്ടു, ഇവിടെ ഒരു റേജ് ഇട്ടു. ഫ്രീസ്. ബാറ്റിൽ ബ്ലൂമിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാനുള്ള സമയമായി. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആണ്. അവിടെ ഒരു നടുക്കൊരു ഫ്രീസ് ഇട്ടു. അവിടെ ഒരു റേജ് ഇടണം. വീണ്ടും ഒരു ഫ്രീസ് ഇടണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നു, പക്ഷേ ഫ്രീസ് ഇട്ടിട്ടില്ല. നമ്മുടെ റോയൽ ചാമ്പ്യനെ ബാക്കിൽ കൂടെ ഞാൻ ഇറക്കി. ഓക്കെ, അവിടെ പെർഫെക്റ്റ്. ഓക്കെ, ഫ്രീസ് ഇട്ടിട്ടുണ്ട്. കിങ്ങിനെ ഞാൻ ഇവിടെ ഇറക്കി. ക്യൂവിനെ അതിൻ്റെ ബാക്കി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആസ് ഓഫ് നോ സീൻ. ഓക്കെ, നല്ലൊരു പെർഫെക്റ്റ് ആണ്. കിങ് ചാവാറേ. ഓക്കെ, കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, നിലവിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ ഒരു റേജ് ഇട്ടു. ഓക്കെ ഗൈസ്, ഇതൊരു നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തു. നമ്മുടെ 4th അക്കൗണ്ട് നമ്മൾ ചതിച്ചിട്ടില്ല. നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നേരെ തന്നെ നമ്മുടെ 5th അക്കൗണ്ട് എടുക്കാൻ പോകുന്നു. 5th അക്കൗണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഓക്കെ, 5th അക്കൗണ്ട് ബേസ് 8-നെയാണ് അറ്റാക്ക് ചെയ്യണം. ബേസ് 8 എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ടാസ്ക്കാണ്. എന്തായാലും ടോപ്പ് ബേസിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം പറഞ്ഞ വീഡിയോ വെച്ച് കാണാം ഗൈസ്. ഇതിൻ്റെയൊക്കെ ഹീറോസ് കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇലക്ട്രോ അങ്ങോട്ട് ഇറക്കി, ഇവിടെ ഇറക്കി, ഇപ്പുറത്ത് 2 ഇറക്കി. പിന്നെ ഫുൾ ലൂൺസ്, ബാക്ക് ടു ലൂൺ. ഓക്കെ, വീണ്ടും ഇലക്ട്രോ ഇറക്കി. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുക്കാതെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു റേജ് ഇട്ടു. മിനിയം പ്രിൻസിൻ്റെ അവരുടെ കൂടെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ബാറ്റിൽ ബ്ലൂം ഇറക്കി. അവിടെ തള്ളി നീക്കുകയാണ് ഗൈസ്. ഈ ബാറ്റിൽ ബ്ലൂമിന് പ്രൊട്ടക്ഷൻ ഇല്ല നമ്മുടെ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആണ്. വീണ്ടും ഒരു അവിടെ റേജ് ഇട്ടു. അവിടെ ഓക്കെയാണ്. അവിടെ ഒരു ഫ്രീസ് ഇട്ട്. റോയൽ ചാമ്പ്യൻ ടോപ്പിൽ നിന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ക്വീൻ സ്റ്റിൽ ഹോൾഡിങ്. ക്വീൻ ഇറക്കിയിട്ടുണ്ട്. ക്വീനേതാ മിനിയം പ്രിൻസിൻ്റെ കൂടെ ഞാൻ ഇറക്കി. അവിടെ ഫുൾ പക്ക ഡാമേജ് ആണ് ഗൈസ് കിട്ടണം. ഇലക്ട്രോ ഒക്കെ ഉണ്ടോ? ഓക്കെ, ഇലക്ട്രോ ഉണ്ട്. മിനിയം പ്രിൻസ് ഓക്കെ, ഒരു ഫ്രീസ് അവിടെ ഇട്ടു ഗൈസ്. റോയൽ ചാമ്പ്യൻ എബിലിറ്റി കൊടുത്തു. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ ഇപ്പോൾ ചത്തു. പെർഫെക്റ്റ് ആയിട്ട് ചത്തിട്ടുണ്ട് ഗൈസ്. മിനിയം പ്രിൻസ് ഇപ്പോൾ ചാവും. ഷിറ്റ്. ഫ്രീസ്, നടുക്ക് ഒരു റേജ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഒരു ഓക്കെ, ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തു. പൊട്ടിക്ക് ആ ഇൻഫോർമ പൊട്ടിക്ക്. യെസ് ഗൈസ്, നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 5th അക്കൗണ്ട് നമ്മൾ ചതിച്ചിട്ടില്ല. നല്ലൊരു 3 സ്റ്റാർ കിട്ടി. ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. നേരെ നമ്മുടെ 6th അക്കൗണ്ട് എടുക്കാൻ പോകുന്നു ഗൈസ്. ഐ എം വെരി ഹാപ്പി. ഓക്കെ, 6th അക്കൗണ്ട് ഇവിടെ. ഓക്കെ,
6th അക്കൗണ്ട്, നമ്മുടെ ലാസ്റ്റ് അക്കൗണ്ട്, ലാസ്റ്റ് ഡേ ഓഫ് ക്ലാൻ വാർ ലീഗ്, എല്ലാത്തിൻ്റെ ലാസ്റ്റാണ്. ലാസ്റ്റ് സ്റ്റാർ കിട്ടാതിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, സംഭവം എന്ന് പറഞ്ഞാൽ അവന്മാർ ടോട്ടലി 15 അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാർ 29, നമ്മൾ 10 അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ 28ആയി. അപ്പോൾ ഈ അറ്റാക്ക് തീരുമാനിക്കും 29 ആണോ 30 ആണോ 31 ആണോ എന്ന്. നേരെ തന്നെ 9ാമത്തെ ബേസ് ഞാൻ കണ്ടിട്ടില്ല, നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം ഏത് ബേസാണെന്ന്. അയ്യേ ഗൈസ്, ഒരു പൊട്ട ബേസാണല്ലോ കിട്ടിയിരിക്കുന്നത്. പൊട്ട ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഇലക്ട്രോ ലൂൺസ്. ഓക്കെ, റിമെമ്പറൻസ്, ഗ്രാൻഡ് വാർഡൻ, പെർഫെക്റ്റ്, റേജ്, ഫ്രീസ്, ബാറ്റിൽ ബ്ലിം, ഫ്രീസ്, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി, പെർഫെക്റ്റ്, റേജും ഫ്രീസും മാത്രമേ അവിടെ നടക്കണുള്ളൂ. ഓക്കെ, അവിടെ ഒരു റേജ് ഇട്ടു. ടൗൺ ഹാൾ ഗോയിങ് ഡൗൺ. റോയൽ ചാമ്പ്യൻ നമ്മുടെ ആ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ റോയൽ ചാമ്പ്യൻ ടോപ്പ് ഇറക്കണമായിരുന്നു ഗൈസ്. അവിടെ 2 സ്കാറ്റർ ഷോട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. റേജ്, അവിടെ ഒരു ഫ്രീസ്, നമ്മുടെ മിനിയം ബേബി. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു പെർഫെക്റ്റ് ഫ്രീസ് കാർ തന്നെയാണ്. എല്ലാവരുടെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 6th അക്കൗണ്ട് നമ്മൾ ചതിച്ചിട്ടില്ല. ആകെപ്പാടെ ചതിച്ചാൽ നമ്മുടെ 2nd അക്കൗണ്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കളിച്ച എല്ലാത്തിലും നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. എക്സെപ്റ്റ് നമ്മുടെ 2nd അക്കൗണ്ട് ഞാൻ വിചാരിച്ചില്ല ഗൈസ്, അത് ഷിറ്റ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് അറ്റാക്ക് എന്തായാലും ഏകദേശം നല്ലൊരു സക്സസ് തന്നെയാണ്. ഒരു അറ്റാക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നല്ലപോലെ ഒരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഐ ഗെസ് ഇതിൽ നമ്മൾ ജയിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ക്ലാനാണ് ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത്. എത്രയൊക്കെ വന്നാലും ഇതിൽ ടോപ്പായിരിക്കും. നമ്മൾ വീണ്ടും ഒരു പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. നാളെ തൊട്ട് വേറെ വീഡിയോ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.